നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഈ ഒരു ചെട്ടിപ്പൂവില്ലേ, അത് ഞങ്ങളെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പം തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു പില്ലോ ഇല്ലേ, അത് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ബാക്ക് പെയിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു പില്ലോ ആണ് കേട്ടോ. ആദ്യമൊക്കെ എനിക്കത് യൂസ് ചെയ്ത സമയത്ത് നല്ലൊരു ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ നെക്ക് വേദന വരാൻ തുടങ്ങി. ഞാൻ വാങ്ങിച്ച പില്ലോൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. കാരണം യു ഷേപ്പിലുള്ളത് ഒക്കെ വാങ്ങുന്നത് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ജെ ഷേപ്പിലുള്ളതാണ് വാങ്ങിയത്. അതുകൊണ്ട് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് ഇപ്പോൾ തലയ്ക്ക് വെക്കുന്ന പില്ലോ ആക്കി മാറ്റിയിട്ടുണ്ട്. ചില സമയത്ത് അത് മോളൂസും കണ്ണനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അല്ലാത്ത സമയത്ത് ഞാനത് തലയ്ക്ക് വെക്കാനാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാത്രിത്തെ ആ ഉറക്കം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവാറില്ല. ബാക്ക് പെയിൻ നല്ലോണം ഉണ്ട്. പിന്നെ ചില സമയത്ത് കാഫ് പെയിനൊക്കെ വരാറുണ്ട്. പക്ഷെ ബാക്ക് പെയിനാണ് എന്നെ കൂടുതലായിട്ടും ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ കുറേ നേരം നിൽക്കരുത്, കുറേ നേരം ഇരിക്കരുത്, കുറേ നേരം നടക്കരുത്, അങ്ങനത്തെ ഒരു ഇതാണ് പറഞ്ഞത് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും മോളൂസ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഇടവഴിയില്ലേ, അവിടെ അടിച്ചു വാരുന്നുണ്ട്. പിന്നെ മിറ്റം ഞാനാണ് അടിച്ചു വരാറുള്ളത്, ചെറിയൊരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ പീസിൻ്റെ കറിയും ചപ്പാത്തിയാണ് കേട്ടോ. ഗ്രീൻ പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചപ്പാത്തി അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ ഈ ഒരു 5ാം മാസത്തിലെ ഷുഗർ ടെസ്റ്റൊക്കെ ചെയ്ത സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ചിലപ്പം വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പം ഷുഗറിൻ്റെ ലെവൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടാമതും ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തത് നമ്മളെ മൊത്തം ഫാസ്റ്റിങ്ങിൻ്റെ ടെസ്റ്റ് ചെയ്തു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഫാസ്റ്റിങ്ങിൻ്റെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടുള്ള ടെസ്റ്റ് അതും ചെയ്തായിരുന്നു കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 2 വീക്സ് കഴിഞ്ഞിട്ട് എനിക്ക് HBയും അങ്ങനത്തെ ഉള്ള ടെസ്റ്റൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇവിടുത്തെ ഫുഡും കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പേരിക്കുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചിക്ക് ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ട് തന്നെ ചേച്ചിയും മോളൂസൊക്കെ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. കാരണം ചേച്ചിക്ക് എണീറ്റ് നടക്കാൻ അങ്ങനത്തെ ഒന്നും പറ്റില്ല. കാരണം കൈയും കാലും രണ്ടും പൊട്ടിയിട്ട് കമ്പിയിട്ടത് കൊണ്ട് തന്നെ അവൾക്ക് നടക്കാനൊന്നും പറ്റില്ല. അപ്പം എനിക്കും ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ പിന്നെ അവർ ഞങ്ങളെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അങ്ങനെ ചേച്ചീനെ കുറച്ച് നേരം മോളൂസ് എക്സസൈസൊക്കെ ചെയ്ത് സഹായിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പം ഞാൻ വന്നത് നമ്മുടെ റൂമിൽ, ഞാൻ കിടക്കുന്ന റൂമിൽ 1-2 ചെടികളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടികൾക്ക് വെള്ളം ഉണങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. കാരണം വെള്ളം കിട്ടിയാൽ ചീഞ്ഞ് പോകുന്ന ടൈപ്പ് ചെടിയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസമൊക്കെ നിൽക്കാറുണ്ട്. അങ്ങനെ അടിച്ച് വാരി തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ചു കേട്ടോ. നല്ല ചൂടാണ്. പോരാത്തത് എനിക്ക് ഭയങ്കര ചൂടും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം തന്നെ 3-4 ഒക്കെ വട്ടമൊക്കെ മേല് കഴുകാറുണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ സ്കിൻ കെയർ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഈ ശതദൗതകൃതമില്ല, അത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പം. അത് പിന്നെ നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ക്യാപ്സിക്കത്തിൻ്റെ ഉപ്പേരി ഉണ്ട്. പിന്നെ അതേപോലെ മീൻകറി, അച്ചാർ, സാമ്പാർ, അങ്ങനെയുള്ള 1-2 ഐറ്റംസൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉറങ്ങാറുണ്ട്. എല്ലാ ദിവസവും ഒന്നുമില്ല, ചില ദിവസങ്ങളിൽ ഭയങ്കര ക്ഷീണം തോന്നുന്ന സമയത്ത് ഒന്ന് ഉറങ്ങാറുണ്ട്. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ മുറ്റത്ത് കുറച്ച് ചെടികളുണ്ട്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഉള്ളതിന് നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ചൂട് കാരണം എല്ലാം വാടി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. 1-2 കേട്ടോ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാറുള്ളത്. വീട്ടിലിപ്പം ചേച്ചിയും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ. സംസാരിക്കാനൊക്കെ ആളുണ്ടല്ലോ, അതുകൊണ്ടും കൂടി ആയിരിക്കും കേട്ടോ. ചിലപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുന്നത്തെ നമ്മുടെ വീഡിയോയിൽ, എനിക്കൊരു 5-6 മാസത്തോളം വോമിറ്റിങ്ങും കാര്യങ്ങളും
പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ ആ ഒരു സമയത്തും ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഭക്ഷണം. അതും എല്ലാം ഒന്നും കഴിക്കാൻ പറ്റില്ല. ചില ഫുഡ് എനിക്ക് തീരെ പറ്റില്ല, ചില സ്മെല്ല് എനിക്ക് പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് ഇങ്ങനെ മാറുന്നതൊന്നും കൊണ്ടും കൂടി ആയിരിക്കാം ചിലപ്പം വൊമിറ്റിംഗ് ഒക്കെ ഒന്ന് മാറി വന്നത്. ഇപ്പം എനിക്ക് ടാബ്ലറ്റ് ഇല്ലാതെയും പറ്റും, എന്നാലും ചില ദിവസങ്ങളിലൊക്കെ ടാബ്ലറ്റ് കഴിക്കേണ്ടിയും വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു മാവുമരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു മാങ്ങയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചായക്കടിയൊക്കെ അമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പഴംപൊരി ഒന്നും അങ്ങനെ കഴിക്കാറില്ല, കാരണം എനിക്ക് ഓയിൽ കുറേ ഉള്ളതുകൊണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. പിന്നെ മോളൂസ് ചാമ്പക്ക പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ചാമ്പക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സൈഡിലിരുന്നിട്ട് ചെടിക്ക് വെള്ളം നനയ്ക്കുന്നുണ്ട്. പിന്നെ അവൾ ചാമ്പക്കയും പറിച്ച് കൊണ്ടുവന്നു. കുറച്ച് അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാളെ കാര്യമായിട്ട് തന്നെ ഇരുന്ന് പറിക്കുക, ഇന്നിപ്പോൾ ഇത്രയും സമയമായില്ലേ എന്നുള്ളതുകൊണ്ട്, വിളക്കത്തിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പറിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനിവിടെ ഇന്ന് ചെടിക്ക് വെള്ളം നനയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളൂസിനെ ഏൽപ്പിച്ചു. പിന്നെ മോളൂസും ചെടിക്ക് വെള്ളം നനച്ച്, അങ്ങനെ വെള്ളമൊക്കെ നനച്ച് വന്നപ്പോഴത്തിലും ചായ കുടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.